ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഇളനീർ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ വേണ്ടത് ഇളനീറാണ്. ഇതെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭയങ്കരമായിട്ട് മൂത്ത ഇളനീർ എടുക്കാൻ പാടില്ല. ഇതുപോലെ നൈസായിട്ട് എടുക്കാൻ പറ്റുന്ന ഇളനീറാണ് എടുക്കേണ്ടത്. മൂത്തത് എടുത്തു കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ പാടെടുക്കുമ്പോൾ തോടിൻ്റെ അടിഭാഗത്ത് ആ ഒരു ബ്രൗൺ കളറൊന്നും ഇല്ലാതിരിക്കാൻ നോക്കണം. ഇതുപോലെ പ്യുവർ വൈറ്റ് കളറായിട്ടുള്ള പാട മാത്രം എടുത്താൽ മതി. ഇനി വേണ്ടത് ഇളനീരിൻ്റെ വെള്ളമാണ്. ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 1 കപ്പ് ഇളനീരിൻ്റെ പൾപ്പും പിന്നെ 1/4 കപ്പ് ഇളനീരിൻ്റെ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഇളനീരിൻ്റെ പൾപ്പ് ഇതുപോലെ നൈസായിട്ട് ചെറിയൊരു പീസാക്കിയിട്ട് കട്ട് ചെയ്തതാണ്. അത് ഞാനൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. 1 കപ്പ് തേങ്ങയിലേക്ക് 1/2 കപ്പ് തേങ്ങേൻ്റെ വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കാം. ഞാൻ കട്ട് ചെയ്ത തേങ്ങ ഉള്ളത് കൊണ്ട് അങ്ങനെ എടുത്തതാണ്. നിങ്ങൾ തേങ്ങ ചിരകിയിട്ടെടുത്താൽ മതി. ഇനി ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചിട്ട് ഇതൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് ഇതിൻ്റെ പാലെടുക്കണം. അപ്പോൾ ഏകദേശം ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇളനീരിൻ്റെ ജ്യൂസ്, പിന്നെ ഇളനീരിൻ്റെ പൾപ്പ് കട്ട് ചെയ്തത്, പിന്നെ തേങ്ങാപ്പാലും. ഇനി നമുക്ക് പായസം റെഡിയാക്കാം. ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 2 കപ്പ് പാൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാൽ നന്നായിട്ട് തിളച്ച് വന്നാൽ അതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിക്ക് പിടിച്ച് പോകും. ഇനി ഇതിലേക്ക് 3 ഏലക്കായ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇത് നന്നായിട്ട് കുറുകി വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളനീരിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പാൽ പെട്ടെന്ന് പിരിഞ്ഞു പോകും. ഈ പായസം റെഡിയാവുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ ഇത് കുക്ക് ചെയ്യാൻ പറ്റൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ഇളനീരിൻ്റെ പൾപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ പായസം കുടിക്കുന്ന ടൈം കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഫ്ലെയിം ഓഫാക്കി വെക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാനിൽ കുറച്ച് ഗീ ആക്കി കൊടുത്തിട്ട് അതിലേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, വേണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഇളനീർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കാനാണ്. ഇത് ചൂടൊന്ന് തണുത്ത് സെറ്റാകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. പിന്നെ ഇത് റെഡിയാക്കാൻ ഭയങ്കര സിമ്പിളാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.